കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന് പിന്നിൽ മലപ്പുറം സ്വദേശികളാണെന്നാണ് ലഭ്യമാകുന്ന സൂചന. സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഈ കേസിൽ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന് പിന്നിൽ ഇപ്പോൾ മലപ്പുറം സ്വദേശികളാണെന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അന്നൂസ് റോഷനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച് കൃത്യമായൊരു വിവരത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മലപ്പുറം സ്വദേശികളാണ് എന്നുള്ള സൂചനയാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വീട്ടിലേക്ക് ഈ സംഘം എത്തുന്നത് ഒരു വെള്ള കാറിലും, സ്വിഫ്റ്റ് കാറിലും അതുപോലെ ബൈക്കിലുമാണ്. ഈ കാറിന് ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്നൂസിനെ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. 7 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. കാറിൽ വന്നത് 5 പേരും ബൈക്കിലെത്തിയത് 2 പേരുമാണ്. ഇതിൽ ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ കുടുംബത്തിന്, അന്നൂസിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ നേരത്തെ തന്നെ അറിയുന്നതാണ്. കാരണം 2 തവണയെങ്കിലും വീട്ടിലെത്തി ഭീഷണി മുഴക്കിയിട്ടുള്ള ആളാണ്. ഏറ്റവും ഒടുവിൽ ഇതിനു മുൻപ് തിങ്കളാഴ്ച കൂടി വീട്ടിലേക്ക് വന്ന ആൾ കൂടിയാണ്. അന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഭീഷണി മുഴക്കിയാണ് തിരിച്ചു പോയിരുന്നത്. അന്നൂസിൻ്റെ സഹോദരൻ അജ്മൽ നേരത്തെ ദുബായിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ചില സംഘങ്ങളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇതിന് പിന്നിലെന്നാണ് കുടുംബം പറയുന്നതും പോലീസിന് ഇത് സംബന്ധിച്ച സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതായത് മൂന്നിലധികം ആളുകളുമായി, സംഘങ്ങളുമായി സാമ്പത്തിക ഇടപാട് അജ്മൽ നടത്തിയിരുന്നു. 1.5 മാസം മുൻപ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് അജ്മൽ വന്നതാണ്. പക്ഷേ നാട്ടിലേക്ക് വന്നെങ്കിലും വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നതുകൂടിയാണ്. അതുകൊണ്ട് ചില ആളുകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് പണം കൊടുക്കാനുണ്ട്. അതിലൊരു സംഘമാണ് ഇത് വീട്ടിലേക്ക് എത്തി ഭീഷണി മുഴക്കിയതും ഇപ്പോൾ തന്നെ ഇന്നലെ തട്ടിക്കൊണ്ടുപോയതും. അത് മലപ്പുറം സ്വദേശികളാണ് പിന്നിലെന്നുള്ള വിവരത്തിലേക്കാണ് പോലീസ് വന്നിട്ടുള്ളത്. പക്ഷേ സമയത്രയായിട്ടും എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച കൃത്യമായൊരു വിവരത്തിലേക്ക് വന്നിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. പരപ്പാറ, കൊടുവള്ളി പരപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നതും. അന്നൂസിനെ തട്ടിക്കൊണ്ടുപോയ ആ വാഹനം അങ്ങാടിയിൽ നിർത്തിയ സംഘം അവിടെ ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അതുതന്നെയായാലും അന്വേഷണം നടക്കുന്നുണ്ട്. കൃത്യമായൊരു വിവരത്തിലേക്ക് എത്താൻ ഏതായാലും കൊടുവള്ളി പോലീസിന് ഈ ഒരു ഘട്ടത്തിൽ ആയിട്ടില്ല എന്നുള്ളതാണ്. ജയലക്ഷ്മി. ശരി രാഹുൽ.